നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പരമ്പരാഗത കൊബുഷി ഷോട്ടഗൻ കരാട്ടെ അസോസിയേഷന്റെ 24ാമത് ഗ്രേഡിംഗ് ആൻഡ് അവാർഡിംഗ് ഫംഗ്ഷൻ കോടന്നൂർ JB ടവറിൽ ഇൻസ്ട്രക്ടർ ദേവസി TDയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു മഴക്കാലം കൂടി നനയാൻ വിധിക്കപ്പെടുകയാണ് ചേർപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. തിരുഹൃദയ രൂപക്കൂട് തുറക്കൽ ഭക്തിസാന്ദ്രമായി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന രൂപക്കൂട് തുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. തൃശൂർ പോലീസ് അക്കാദമിയിൽ SI മരിച്ച നിലയിൽ. പോലീസ് അക്കാദമിയിലെ ട്രെയിനറായ SI ജിമ്മി ജോർജാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. പരമ്പരാഗത കൊബുഷി ഷോട്ടഗൻ കരാട്ടെ അസോസിയേഷന്റെ 24ാമത് ഗ്രേഡിംഗ് ആൻഡ് അവാർഡിംഗ് ഫംഗ്ഷൻ കോടന്നൂർ JB ടവറിൽ ഇൻസ്ട്രക്ടർ ദേവസി TDയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ഹൻഷി ഡോക്ടർ K നകുലനാഥൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പാർലം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് P. പോൾ ആദരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക, സീനിയർ ടീച്ചർ സെമിനാർ സർട്ടിഫിക്കറ്റുകളും ഡോക്ടർ K നകുലനാഥൻ ബ്ലാക്ക് ബെൽറ്റുകളും വിതരണം ചെയ്തു. ബേസിസ് കാം അക്കാദമി ഇൻസ്ട്രക്ടർ ക്യോഷി ദേവസി TDയുടെ നേതൃത്വത്തിൽ നടന്ന ട്രേഡിംഗ് ടെസ്റ്റിൽ 100ൽ പരം കുട്ടികൾ പങ്കെടുത്തു. കത്ത, കുമിത്തെ മത്സരങ്ങളിലും നിരവധി കരാത്തെ വിദ്യാർത്ഥികൾ വിജയം നേടി. ബേസിസ് കാം അക്കാദമിയിൽ പരിശീലിക്കുന്ന നിരവധി കരാത്തെ വിദ്യാർത്ഥികൾ കളർ ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ്, ഫസ്റ്റ് ഡാൻ മുതൽ 4th ഡാൻ വരെയുള്ള ഗ്രേഡുകൾക്ക് അർഹത നേടി. ഗ്രേഡിംഗിന് മുന്നോടിയായി ജൂൺ 1-ാം തീയതി ബേസിസ് കാം അക്കാദമിയിൽ വെച്ച് റഫറി സെമിനാർ നടന്നിരുന്നു. പാർലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജൂബി മാത്യു, PK ലിജീവ്, ബ്രോഡ്വേ ഇന്റർനാഷണൽ സ്കൂൾ അധ്യാപിക ദിബി സദാശിവൻ എന്നിവർ സംസാരിച്ചു. ട്രഡീഷണൽ കൊബുഷി ഷോട്ടോകാൻ കരാട്ടെ അസോസിയേഷന്റെ 24ാമത് ഗ്രേഡിംഗ് ടെസ്റ്റിന് അസോസിയേഷൻ സെക്രട്ടറി EV ജോജു, പ്രസിഡന്റ് ദേവസി TD, ട്രഷറർ വർഗീസ് ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ ഇപ്പോൾ അംഗീകാരമുള്ളത് കൊണ്ട് ഇവർക്ക് ഒരു സബ് ജില്ലാ തലത്തിലൊക്കെ ഒരു മത്സരത്തിന് പോയി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആരുടെയും ശുപാർശയില്ലാതെ പഠനത്തിനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകാനോ ഗ്രേസ് മാർക്കിനൊക്കെ നല്ല ചാൻസ് ഉള്ളതാണ് ഇപ്പോൾ അംഗീകാരമുള്ളത്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ നല്ലൊരു എന്താ പറയുക ടീം സ്പിരിറ്റ്, നമ്മൾ തോറ്റു പഠിക്കലാണ്. ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ കരാട്ടയിൽ പലതവണ തോറ്റിട്ടാണ് പിന്നെ ജയിക്കുക. ആ തോറ്റ് പഠിച്ചാലാണ് അവർക്കതിൻ്റെ കുട്ടികൾക്കൊരു മെച്യൂരിറ്റി വരും. ആ രീതിയിലൊക്കെ ഈ കരാട്ടയിലായാലും ഏത് ഗെയിമിലായാലും ഏത് മാർഷൽ ആർട്സിലായാലും അത്തരത്തിൽ നമ്മൾ തോറ്റ്
ജയിച്ച് പഠിച്ച് വന്നാൽ അവരൊക്കെ ഭാവിയിൽ നല്ല പൗരന്മാരായി വളരും. സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഠനം പോലെയല്ല, നമ്മുടെ പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്നതാണ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരാട്ടെ സ്കിൽ എന്ന് പറയുന്നത് ഒരുപാട് സ്കില്ലിനുള്ള ഒരു ഓപ്പണിംഗാണ്. കരാട്ടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏത് മേഖലയിലും നന്നായി പ്രകാശിക്കാൻ അവന് സാധിക്കും. കാരണം ചിട്ടയാർന്ന അവരുടെ ട്രെയിനിങ്ങാണ്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ ക്ലാസ്സിൽ വരുന്നത്. ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ആ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കൂ. മറ്റൊരു മഴക്കാലം കൂടി നനയാൻ വിധിക്കപ്പെടുകയാണ് ചേർപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. 40 ലക്ഷം രൂപ ചെലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും വെറുതെ പണം തുലച്ചു കളയുന്ന അനാസ്ഥയുടെ സ്മാരകമായി കമ്മ്യൂണിറ്റി ഹാൾ മാറിയിരിക്കുകയാണ്. കോവിഡിന് മുമ്പാണ് ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നത്. കോവിഡിന് ശേഷം ലോകം മുഴുവൻ ഉയർത്തെഴുന്നേറ്റിട്ടും ഈ സാംസ്കാരിക നിലയത്തിന് മാത്രം ഇതുവരെ മോക്ഷം ലഭിച്ചിട്ടില്ല. വേദിയുടെ ഒരു ഭാഗം ചോർന്നത് മൂലമാണ് 40 ലക്ഷം രൂപ ചെലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എന്നാൽ പിന്നീട് എല്ലായിടത്തും ചോർച്ചയായി. കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ മുഴുവൻ ഷീറ്റ് മാറ്റി പുതിയത് സ്ഥാപിച്ചെങ്കിലും പണിയിലെ പാളിച്ച മൂലമാണ് ചോർച്ച വ്യാപകമായത്. ഇതേ തുടർന്ന് വൈദ്യുതി സംവിധാനങ്ങൾ തകരാറിലായി. അറ്റകുറ്റപ്പണികൾ നടത്തിയതിലെ വീഴ്ച അന്വേഷിക്കണമെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടന്നിരുന്നു. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അടർന്നു വീഴുകയാണ്. അപകടാവസ്ഥ അറിയാതെ കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് കേടുപറ്റിയിരുന്നു. പഞ്ചായത്തിന്റെ ഉപയോഗശൂന്യമായ വസ്തുക്കളും ഓഫീസ് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ തള്ളാനുമാണ് ഇവിടം ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാളിന്റെ കേടുപാടുകൾ തീർത്ത് തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് പഞ്ചായത്ത് ഭോജനശാല നവീകരിക്കാൻ ശ്രമം നടക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമായി നടത്തിയ കരാറുകാരനെ കൊണ്ട് തന്നെയാണ് ഭോജനശാലയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ചേർപ്പിന്റെ സാംസ്കാരിക മുദ്ര പതിഞ്ഞ കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടം ഇനി നവീകരണം നടത്തിയിട്ട് ഫലമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കെട്ടിടം പൊളിച്ചു നീക്കി പുതിയവ പണിയണമെന്ന ആവശ്യവും നാട്ടുകാർ പറഞ്ഞു. ഇല്ലെങ്കിൽ വീണ്ടും പണം തുലയ്ക്കാൻ ഇടവരുമെന്നും അവർ കരുതുന്നു. തിരുഹൃദയ രൂപക്കൂട് തുറക്കൽ ഭക്തിസാന്ദ്രമായി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന രൂപക്കൂട് തുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ചടങ്ങിൽ ഫാദർ ജിയോ തെക്കിനിയത്ത് മുഖ്യ കാർമ്മികനായി. ഇടവക വൈദികർ സഹകാർമ്മികരായി. നാളെ തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30-നും 7-നും വൈകിട്ട് 5-നും പാട്ടുകുർബാന, നൊവേന, ലതീഞ്ഞ്. രാവിലെ 10-ന് ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജൂനിയർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോ പാച്ചേരിൽ CMI തിരുഹൃദയ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 6-ന് ഇടവക ദിനം, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. തൃശൂർ പോലീസ് അക്കാദമിയിൽ SI മരിച്ച നിലയിൽ. പോലീസ് അക്കാദമിയിലെ ട്രെയിനറായ SI ജിമ്മി ജോർജാണ് മരിച്ചത്. അക്കാദമിയിലെ പഴയ ആശുപത്രി ബ്ലോക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് കരുതുന്നത്. സ്പോർട്സ് കോട്ടയിൽ നിയമനം നേടിയ ജിമ്മി കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ താരം കൂടിയാണ്. നെടുപുഴ കസ്തൂർബ വിദ്യാലയത്തിലെ പ്രവേശനോത്സവം ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സർവോദയ ദർശൻ ചെയർമാനുമായ M പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ TS ലേഖ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കസ്തൂർബ ട്രസ്റ്റ് ഉപദേശക സമിതി അംഗം CN ഗോപിനാഥൻ സന്ദേശം നൽകി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവം അരങ്ങ് സംസ്ഥാനതല കുച്ചിപ്പുടി മത്സരത്തിൽ 1ാം സ്ഥാനം നേടി ആർദ്ര M ആനന്ദ്. തളിക്കുളം പഞ്ചായത്തിലെ വിലാസിനിയുടെയും മംഗളാനന്ദന്റെയും മകളാണ്. തൃശൂർ കണ്ണനുകീഴിൽ നൃത്തം അഭ്യസിക്കുന്ന ആർദ്ര തൃശൂർ ആത്മ കലാപീഠത്തിലെ വിദ്യാർത്ഥിയും വാടാനപ്പള്ളി സർഗ കലാവിദ്യാലയത്തിലെ നൃത്ത പരിശീലകയുമാണ്. ഇനി നടക്കുന്ന നാടോടി നൃത്ത മത്സരത്തിലും ആർദ്ര പങ്കെടുക്കുന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ നിവേദ്യ PS,
+2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ മേഘ്ന ആനന്ദ്, നേഹ ശ്രിയ എന്നിവരെയും SSLC +2 വാർഡിൽ നിന്നും വിജയിച്ച എല്ലാവരെയും നീറ്റ് പരീക്ഷയിൽ 720 മാർക്കിൽ 705 മാർക്ക് നേടിയ MN ഗായത്രി, വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായ രേണുക റിജു, കുടുംബശ്രീ ബ്ലോക്ക് തലത്തിൽ നടത്തിയ അരങ്ങ് മത്സരത്തിൽ പ്രസംഗത്തിൽ 2ാം സ്ഥാനം നേടിയ ശ്രീവേദ്യ പ്രണീഷ്, വാർഡിൽ നിന്നും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഷാഡിൻ PA, ബൈജു വാഴക്കുളത്ത് എന്നിവരെ അനുമോദനം 2024 പെരിങ്ങോട്ടുകര ശ്രീ ബോധനാന്ത വായനശാലയിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് മെമ്പർ ആൻഡോ തറയൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, എഴുത്തുകാരൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, CDS മെമ്പർ സുഭദ്ര രവി, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ആശാവർക്കർ സുശീല രാജൻ, PB സത്യൻ, ഗിരിജ കൊടപ്പുള്ളി എന്നിവർ സംസാരിച്ചു. അംഗനവാടി ടീച്ചർമാരായ സതീരംഗൻ, ഗീത, റിജു കണക്കത്തറ, വിൻസെന്റ് കുണ്ടകുളങ്ങര, കിസ്മത്ത് പിയൂസ്, സിമി ജോബി എന്നിവർ നേതൃത്വം നൽകി. SSLC +2 ഫുൾ A+ നേടിയ 3 വിദ്യാർത്ഥിനികൾക്ക് സൈക്കിളാണ് സമ്മാനമായി നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയപ്പെട്ടതിന് കാരണം പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകളിൽ വന്ന വിള്ളലാണെന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ. തോൽവിയിൽ ഒരാൾക്കെതിരെയും പരാതി പറഞ്ഞിട്ടില്ല, ഇനി പരാതി പറയുകയുമില്ല. തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ട ആവശ്യവുമില്ലെന്നും പലതരത്തിലുള്ള അന്വേഷണ കമ്മീഷനെ കണ്ടിട്ടുള്ള ആളാണ് താനെന്നും മുരളീധരൻ വ്യക്തമാക്കി. പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന നിലപാടും അദ്ദേഹം ആവർത്തിച്ചു. കോൺഗ്രസിന് ഒരുപാട് നേതാക്കളുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സജീവമാകും. അതുവരെ ഒരു ഇടവേള എടുക്കുകയാണ്. വയനാട് സീറ്റ് തരേണ്ട ഒരാവശ്യവുമില്ല. തന്നാൽ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മനസ്ഥിതിയിലല്ല ഇപ്പോൾ. രാജ്യസഭയിലേക്ക് ഒരു കാരണവശാലും പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്രതീക്ഷിതമായി തോൽവിയുണ്ടാകുമ്പോൾ പ്രവർത്തകരിൽ അതിൻ്റെ പ്രതികരണമുണ്ടാകും. അതാണ് തൃശ്ശൂരിലെ DCC ഓഫീസിലുണ്ടായത്. തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ ഗുണകരമാകണമെന്ന നിലപാട് യുവജന വിഭാഗങ്ങൾക്കുണ്ടായി. ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം വോട്ടും അറിയില്ലെന്നും പത്മജ വേണുഗോപാലിനെ പരോക്ഷമായി സൂചിപ്പിച്ച് മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ 20ൽ 18 സീറ്റുകളിൽ ഒന്നാമതെത്തുകയും 110 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഒന്നാമതെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റരുതെന്നാണ് അഭിപ്രായം. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുടരണമെന്നും ഇക്കാര്യം UDF നേതൃത്വം പരിഗണിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. തൃശൂർ DCC ഓഫീസിലെ കൂട്ടയടിക്ക് പിന്നാലെ ഇന്നും പോസ്റ്റർ. MP വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമാണ് പോസ്റ്റർ. തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. തുടർച്ചയായ 4ാം ദിവസമാണ് തൃശൂരിൽ K മുരളീധരന്റെ തോൽവിയെ തുടർന്ന് പോസ്റ്റർ പതിക്കുന്നത്. ക്വാറി ഉടമയിൽ നിന്നും 22 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ ഒളിവിൽ പോയ മുൻ പുതുക്കാട് SHOയും വളാഞ്ചേരി CIയുമായ UH സുനിൽദാസിനെതിരെ തൃശൂർ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലും സമാന സ്വഭാവമുള്ള പരാതി. ക്വാറി ഉടമയ്ക്കു വേണ്ടി ഗുണ്ടകൾ പരിസ്ഥിതി പ്രവർത്തകനെ ആക്രമിച്ചപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം പരിസ്ഥിതി പ്രവർത്തകനെ പ്രതിയാക്കി കേസെടുത്തെന്നാണ് പരാതി. സ്ഥിരം ക്രിമിനലുകളെ വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാൻ ചുമത്തുന്ന CRPC 107 നിയമം പരിസ്ഥിതി പ്രവർത്തകനെതിരെ പ്രയോഗിക്കാനും CI ശ്രമിച്ചു. ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനായ ഷിനോഷാണ് സുനിൽദാസിനെതിരെ പരാതി നൽകിയത്. കഴിഞ്ഞ ഡിസംബറിൽ സുനിൽദാസ് പുതുക്കാട് SHO ആയിരുന്ന സമയത്ത് ചെങ്ങാലൂരിലെ ക്വാറിക്ക് സമീപം സംഘർഷമുണ്ടായി. സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് പ്രവർത്തിച്ചിരുന്ന ക്വാറിയിലേക്ക് പോയ ലോറി പാറമടക്കുളത്തിലേക്ക് മറിഞ്ഞപ്പോൾ ഉയർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു ക്വാറി ഉടമയും കൂട്ടാളികളും. കുളത്തിന്റെ മറുകരയിൽ നിന്നും ദൃശ്യം പകർത്താൻ ശ്രമിച്ച ഷിനോഷിനെ 4-അംഗ സംഘം ആക്രമിച്ചു. പോലീസ് സ്ഥലത്തുണ്ടായിട്ടും ഇടപെട്ടില്ലെന്നും പരാതിയുണ്ട്. ഷിനോഷിന്റെ മൊഴിയെടുക്കാനോ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. ക്വാറി ഉടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഷിനോഷിനെ പ്രതിയാക്കി കേസെടുത്തു. CRPC 107 വകുപ്പ് പ്രകാരം സമർപ്പിക്കാറുള്ള റിപ്പോർട്ട് ഷിനോഷിനെതിരെ സുനിൽദാസ് കോടതിയിൽ നൽകി. ഇതോടെയാണ് പരാതിക്കാരൻ കംപ്ലൈന്റ് അതോറിറ്റിയെ സമീപിച്ചത്. അടുത്ത മാസം 5-ന് സുനിൽദാസിനോട് ഹാജരാകാൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയം നാടിനായി സമർപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി NG സുജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ സഹകരണ കാർഷിക ഗ്രാമ വികസന വകുപ്പ് പ്രസിഡന്റ് MS ശിവരാമകൃഷ്ണൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ,
ബാങ്ക് വൈസ് പ്രസിഡന്റ് PP മോഹനൻ, കൗൺസിലർമാരായ NA ഗോപകുമാർ, രന്യ ബൈജു, അഡ്വക്കേറ്റ് വില്ലി, ജിജോ, ബാങ്ക് മുൻ പ്രസിഡന്റ് KP ബേബി എന്നിവർ സംസാരിച്ചു. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ മംഗല്യ സിദ്ധി പൂജ 2024 ജൂൺ 10 തിങ്കളാഴ്ച മംഗല്യവരതയും അഭീഷ്ടവരദായിനിയുമായ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് ഇടവ മാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ള മംഗല്യ സിദ്ധി പൂജ, നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമുത്തി പൂജ, ഭൂമി പൂജ മുതലായ വിശേഷാൽ പൂജകൾ ജൂൺ 10 തിങ്കളാഴ്ച രാവിലെ 9:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് അമൃതഭോജനം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9746277702 9447 991 586 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6570 രൂപ, പവന് 52,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത കൊബുഷി ഷോട്ടഗൻ കരാട്ടെ അസോസിയേഷന്റെ 24ാമത് ഗ്രേഡിംഗ് ആൻഡ് അവാർഡിംഗ് ഫംഗ്ഷൻ കോടന്നൂർ JB ടവറിൽ ഇൻസ്ട്രക്ടർ ദേവസി TDയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു മഴക്കാലം കൂടി നനയാൻ വിധിക്കപ്പെടുകയാണ് ചേർപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. തിരുഹൃദയ രൂപക്കൂട് തുറക്കൽ ഭക്തിസാന്ദ്രമായി. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന രൂപക്കൂട് തുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. തൃശൂർ പോലീസ് അക്കാദമിയിൽ SI മരിച്ച നിലയിൽ. പോലീസ് അക്കാദമിയിലെ ട്രെയിനറായ SI ജിമ്മി ജോർജാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.